നമസ്കാരം. കർണാടക കോൺഗ്രസിനുള്ളിൽ ദീർഘനാളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അധികാര തർക്കങ്ങൾക്കൊടുവിൽ സംസ്ഥാന ഭരണ നേതൃത്വത്തിൽ നിർണായകമായ അഴിച്ചുപണിക്കൊരുങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡ്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്നും നിലവിലെ ഉപമുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമായ DK ശിവകുമാർ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയാകുമെന്നുമാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി ഇരുപക്ഷവും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾക്ക് ഹൈക്കമാൻഡിന്റെ ശക്തമായ ഇടപെടലോടെ പരിഹാരമായി എന്നാണ് സൂചന. അടുത്തയാഴ്ച തന്നെ DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് വിവരം. 3 വർഷം നീണ്ട സിദ്ധരാമയ്യ ഭരണത്തിന് ശേഷമാണ് കർണാടകയിൽ ഈ പുതിയ അധികാര കൈമാറ്റത്തിന് വഴിയൊരുങ്ങുന്നത്. 2023 മെയ് 20-നാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ അധികാരമേറ്റത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി പദവിക്കായി സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒരേപോലെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഒടുവിൽ ആദ്യത്തെ 2.5 വർഷത്തിന് ശേഷം പദവി കൈമാറാമെന്ന ഹൈക്കമാൻഡിന്റെ ഉറപ്പിന്മേലാണ് ശിവകുമാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കാൻ തയ്യാറായത്. സിദ്ധരാമയ്യ സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയ കഴിഞ്ഞ നവംബർ മുതൽ തന്നെ DK പക്ഷം കടുത്ത സമ്മർദ്ദവുമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ന്യൂനപക്ഷങ്ങൾ, പിന്നാക്ക വിഭാഗങ്ങൾ, ദലിതർ എന്നിവരടങ്ങുന്ന അഹിന്ദ കൂട്ടായ്മയ്ക്കിടയിൽ സിദ്ധരാമയ്യയ്ക്കുള്ള വലിയ സ്വാധീനവും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലവും കണക്കിലെടുത്ത് ഹൈക്കമാൻഡ് മാറ്റം നീട്ടിവെക്കുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്തെ MLA-മാർ നേതൃത്വ തർക്കത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടതിനാലും കേന്ദ്ര നേതൃത്വം ചർച്ചകൾക്ക് വേഗം കൂട്ടുകയായിരുന്നു. അധികാര തർക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് മാരത്തോൺ ചർച്ചകൾ നടത്തിയിരുന്നു. ഡൽഹിയിൽ വെച്ച് നടന്ന 6 മണിക്കൂറോളം നീണ്ട നിർണായക ചർച്ചയിലാണ് കർണാടകത്തിൽ അധികാര മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള DK ശിവകുമാറിന്റെ അവകാശവാദത്തിന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഐക്യകണ്ഠേന പിന്തുണ നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവി ഉൾപ്പെടെയുള്ള എല്ലാ ഔദ്യോഗിക പദവികളും ഒഴിഞ്ഞുകൊണ്ട് മാറി നിൽക്കുമെന്ന കടുത്ത നിലപാടിലായിരുന്നു DK ശിവകുമാറിനെ അനുകൂലിക്കുന്നവർ. ചർച്ചകളുടെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ മുഖ്യമന്ത്രി മാറ്റം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് വാർത്തകൾ നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും ഹൈക്കമാൻഡ് ഫോർമുല ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. സ്ഥാനമൊഴിയുന്ന സിദ്ധരാമയ്യയ്ക്ക് രാജ്യസഭാ സീറ്റും അതോടൊപ്പം ഡൽഹി കേന്ദ്രീകരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു പദവിയും ഹൈക്കമാൻഡ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഓഫർ സ്വീകരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സിദ്ധരാമയ്യ കേന്ദ്ര നേതൃത്വത്തോട് അല്പം സമയം ചോദിച്ചിരിക്കുകയാണ്. ഇതിനിടെ അദ്ദേഹം രാജ്യസഭയിലേക്കില്ലെന്ന് അറിയിച്ചതായും ചില സൂചനകളുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം താൻ അംഗീകരിക്കുമെന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കിയെങ്കിലും പദവി ഒഴിയുന്നതിന് മുന്നോടിയായി തന്റെ അനുയായികളുമായി കൂടിക്കാഴ്ച നടത്തി സമ്മർദ്ദതന്ത്രങ്ങളും വിലപേശലുകളും സിദ്ധരാമയ്യ ക്യാമ്പ് ശക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാലും സർക്കാരിലും പാർട്ടിയിലും DK ശിവകുമാറിന് പൂർണ്ണ നിയന്ത്രണം ലഭിക്കാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് സിദ്ധരാമയ്യ അനുകൂലികൾ നടത്തുന്നത്. ഭരണത്തിൽ അധികാര സമവാക്യം നിലനിർത്തുന്നതിനായി ശിവകുമാറിന് കീഴിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. കൂടാതെ സിദ്ധരാമയ്യയുടെ മകനെ പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുന്നതിനോട് DK ശിവകുമാറിന് ഒട്ടും താല്പര്യമില്ല. പരമാവധി ഒരാളെ മാത്രമേ അനുവദിക്കൂ എന്ന കടുത്ത നിലപാടിലാണ് അദ്ദേഹം. ഇതിനൊപ്പം തന്നെ പുതിയ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം തങ്ങളുടെ ക്യാമ്പിൽ നിന്നുള്ള ആൾക്കായിരിക്കണമെന്നും സിദ്ധരാമയ്യ പക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. സതീഷ് ജക്കിഹോളിയെ സംസ്ഥാന അധ്യക്ഷനാക്കാനാണ് നിലവിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്.